പണ്ട് പാട്ടൊക്കെ പാടുമായിരുന്നല്ലേ? അയ്യോ പണ്ട് മാത്രമല്ല ഇപ്പോഴും നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഇത് കേൾക്കണോ? അത് വേണ്ട, നീ കേൾക്കാന്ന് വേണ്ട. അല്ല അച്ഛൻ നന്നായിട്ട് പാട്ട് പാടുന്നേ ഒരാളിങ്ങനെ പറഞ്ഞായിരുന്നു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? അല്ല അച്ഛൻ പണ്ട് നന്നായിട്ട് പാട്ട് പാടിക്കൊടുത്തിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞു. ഞാൻ ഒരാളെ കണ്ടായിരുന്നു. അതാരെ കണ്ടേ? ഒരാളെ കണ്ട അച്ഛൻ പണ്ട് പാട്ട് പാടിക്കൊടുത്തു. മനസ്സിലായി. സുധാരൻ ഉണ്ട സുധാരൻ. പണ്ടേ നിങ്ങൾ ഷാപ്പിൽ പോയിരിക്കും ഒരുപാട് പാട്ട് ഞാൻ പാടി കൊടുത്തിട്ടുണ്ട്. ഇത് ഷാപ്പിൽ പോയിരുന്നോ പാടിയ പാട്ടല്ല, ഇത് മധുര മനോഹര പ്രണയഗാനം. ചെറുക്ക നീ ചുമ്മാ ആവശ്യമില്ലാതെ കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കല്ല. ഞാൻ പാട്ട് പാടി കൊടുത്തു, നീ കേട്ടിട്ടുണ്ടാ? കുത്തിത്തിരി അച്ഛൻ അച്ഛന്റെ പാട്ട് കേട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പണ്ട് പാട്ട് പാടുന്നു. അത് ഞാൻ കേട്ട് അത് അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞു. അച്ഛൻ എന്തിനാ ഇങ്ങനെ ചൂടാകുന്ന എന്തിനാണ്? നീ അങ്ങനെ വെറുതെ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിന്റെ പറിച്ചില്ലാത്ത ഒരു മുള്ളുമനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചൂടായത്. അങ്ങനെ പറയാ. മുള്ളുമുനയാണെന്ന് അച്ഛന് തോന്നിയായിരുന്നു. എന്നാ ചിലപ്പോ മുള്ളുമുനയൊക്കെ കാണും. നീ ചുമ്മാ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലടാ മക്കളെ. ഞാനെന്ത് കുത്തിരിപ്പ് ഉണ്ടാക്കി? അച്ഛൻ പണ്ട് പാട്ട് പാടിയിട്ടില്ല. ഞാൻ പണ്ട് മാത്രമേ പണ്ടും പാടും ഇപ്പോഴും പാടും. തമിഴ്, തെലുങ്ക്, ഹിന്ദി പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. ഇത് അങ്ങനത്തെ പാട്ടല്ലത്. പിന്നെ വേണമെങ്കിൽ അച്ഛനത് പാടി കേൾപ്പിയ. എന്നാ പാട് കേക്കട്ടെ. ഞാൻ പാടുവേ. നീ പാടടേ, കേക്കട്ടെ. ഞാൻ പാടാൻ പോവാന്നേ. പാട്. ഞാൻ പാടാൻ പോവാതെ. നീ പാടുന്നുണ്ടോ അതോ ഞാൻ പാടണോ? ശരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ. ഈ പാട്ട് നിനക്ക് എവിടെ കിട്ടിയടാ? ഈ പാട്ട് നിനക്ക് എവിടെ കിട്ടിയെന്ന് പറ. കിട്ടിയെന്ന് വെച്ചാൽ അച്ഛന്റെ ഒരു ആരാധി ഞാൻ കണ്ട്. ആരാധികയോ? പോടാ ചെറുക്കാവണം. ചുമ്മാ നീ വഴക്കൊണ്ടാക്കല്ലേ വെറുതെ. അച്ഛൻ എന്തിനാ ചെയ്യുന്നത്? മേടിക്കുന്നതിനാണ്. ആ ആരാധിക എന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ വണ്ടി ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതാരാ അങ്ങനെ പറഞ്ഞത്? ആളാരെന്ന് പറ. ആളാരെന്ന് പറയാൻ അച്ഛനെ അറിയത്തില്ലേ? അച്ഛനെ ഓർമ്മയില്ലേ? അല്ല എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടല്ലേ. അതല്ല നീ ഇവിടെ പേര് പറഞ്ഞ ചിലപ്പോ എനിക്ക് ഓർമ്മ കിട്ടും. നീ ആരാന്ന് പറ. പേര് പറഞ്ഞാൽ ഓർമ്മ കിട്ടുമായിരിക്കില്ലേ? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. അല്ലേ വേണ്ട, ഞാൻ പോകുന്നേ. നീ പറ, നീ എന്തെങ്കിലുമൊക്കെ. അല്ലേ വേണ്ട, ഞാൻ പോവാ. പറയടാ മക്കളെ, നീ പറ. അതായത് ക്ലൂ പറയട്ടോ? പറയട്ടോ? ഓ, സുമേഷിലുണ്ട് അരണേഷിലില്ല, ആമിയിലുണ്ട് ആനയിലില്ല, തിരുവനന്തപുരത്തുണ്ട് കൊല്ലത്തില്ല. ഇതെന്തൊരു ക്ലൂ ആടേ? കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറ. അച്ഛന് ക്ലൂ ഇഷ്ടപ്പെട്ടില്ലേ? നീ വ്യക്തമായിട്ട് പറ, എന്നാലല്ലേ എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ ഇതിനെ പറയാം. സുമേഷ് നീക്ക് അങ്ങനെ പോവാതെ. അച്ഛൻ ടെൻഷൻ അടിക്കുന്ന എന്തിനാണ്? അറിയാനുള്ളൊരു അതുകൊണ്ടല്ലേ. എനിക്ക് ഇത്രയും ക്ലൂ എനിക്ക് പറയാനുള്ളൂ. ആരാന്ന് വെച്ചാ അച്ഛൻ കണ്ടുപിടിച്ചു. നീ പറയണ്ട. ഇനി മേലാലിങ്ങോട്ടത്തെ ബന്ധമല്ലോ, ഇവിടെ പണി ചെയ്യാൻ സംഭവിക്കില്ല. ശരറാന്തൽ തിരിതാഴും മുകിലിൻ എന്നാലും പിന്നെ അതാരായിരിക്കും? തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തില്ല. അതന്നെ ആരായിരിക്കും? അതൊന്നുമല്ല. ശരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. കിടന്നല്ല, നീ വേണ്ടി പോ. ഇല്ല, കിടക്കട്ടെ കിളി, ഉറങ്ങട്ടെ. ശരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ. ചേട്ടാ, എങ്ങാണ്ട് കിടന്ന കിളി പാട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. നീ കോപ്രായം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? കോപ്രായോ? എടാ, ഇത് പക്ഷികളുടെ അസ്തിത്വം വീണ്ടെടുക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടം മൃഗസ്നേഹികളുടെ കൂട്ടായ യത്നമാണ്. എന്തോന്ന് യജ്ഞം? പാട്ട് പറഞ്ഞ കിളിയല്ലേ ഓർമ്മപ്പെടുത്തേണ്ടത്? പാട്ട് പറഞ്ഞുപോയി അച്ഛനെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത്. പാട്ട് പറഞ്ഞ അച്ഛനാ? അച്ഛൻ എന്ത് പാട്ട് പറഞ്ഞു? അച്ഛൻ ഒരു പാട്ട് പറഞ്ഞുപോയി, ഞാൻ പാടിത്തരാം. ശരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണ്. നീ ഇപ്പൊ പാടിയല്ലേ, അപ്പൊ അച്ഛന് ഓർമ്മ വരും. ശരിക്കും അച്ഛനാ പാട്ട് പറഞ്ഞോയെന്ന്. എടാ, നീ ഇപ്പൊ പാടിയല്ലേ, അപ്പൊ അച്ഛന് ഓർമ്മ വരുമെന്ന്. പിന്നെ എന്താണ് കുഴപ്പം? ചേട്ടാ, അച്ഛൻ ഇങ്ങനത്തെ ഒരു പാട്ട് ഓർമ്മയില്ലേ? നീ ഒന്ന് ചുമ്മാ ഇരടേ. ഇത് റീജന്റ് ഹണി ഇട്ടർ എന്ന് പറയുന്ന ഒരു പക്ഷി, അവര് ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടിട്ട് മുമ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അത് അവരിപ്പം മറന്നുപോയി. അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മകളിലൂടെ ലക്ഷ്യം വെക്കണേ. ശരിക്കും അങ്ങനത്തെ പക്ഷികളൊക്കെ ഉണ്ടോ? അങ്ങനെയുള്ള പക്ഷികളുണ്ട്. അല്ലാതെ അച്ഛൻ മറന്നുപോയ പാട്ട് ഓർമ്മിപ്പിക്കലല്ല എന്റെ പണി. അച്ഛന് പണ്ട് ഇതുപോലൊരു പക്ഷിയെ ആകർഷിക്കാൻ വേണ്ടി ഒരു പാട്ട് പാടിയായിരുന്നു, പക്ഷെ ഒത്തില്ല. നീ ചുമ്മാ കുടുംബമെല്ലാം ഉണ്ടാകാതെ ഇറങ്ങി പോടാ. എന്നിട്ട് പുറത്തിറങ്ങി ജീവിവർഗമൊക്കെ എങ്ങനെയാണ് ജീവിക്കണമെന്ന് കണ്ടുപഠിക്കും. ചെല്ലിപ്പോ. അയ്യോ, ചേട്ടാ കുന്താണെങ്കിൽ ഞാൻ കുത്തി കൊട്ടത്. അല്ല നോക്കട്ടെ, ജസ്റ്റ് ഒന്ന്. നീ ഇപ്പൊ നോക്കണ്ട, വിട്. പാട്ട് പറഞ്ഞ പൂച്ചയ്ക്ക് പട്ടിക്കോ
പൂച്ചയ്ക്കും കിളിക്കൊക്കെ ചേട്ടന് പാട്ട് പാടി ഓർമ്മിക്കാൻ പറ്റും. പാട്ട് പറഞ്ഞു അച്ഛനും ചേട്ടന് പാട്ട് പാടി ഓർമ്മിക്കാൻ പറ്റൂല. പറ്റൂല ഇപ്പം. ആ എന്നാ എന്നെ കൊണ്ട് പറ്റും. പാട്ട് മറന്നു അച്ഛനെ ഞാൻ പാട്ട് പാടി ഓർമ്മിപ്പിക്കും. പിന്നെ ചെന്ന് ഓർമ്മിപ്പിച്ചല്ലേ. ആ തൊട്ടാ ഞാൻ കൈ വെട്ടുന്നു പോയോളൂ. കാര്യം ഞാൻ എനിക്കിത് പഠിക്കാൻ ഒരു അവസരം തരുന്നുണ്ട് എനിക്ക്. പഠിച്ചെടുക്കാൻ കഴിയും നോക്കി ഇതിനകത്ത് ഷറാന്തിന്റെ പാടി അടിപൊളിയായിരിക്കും. ഷറാന്ത് ഇങ്ങനെ വരത്തില്ല ഇത്. സൗണ്ട് കേൾക്കുന്നില്ല. വീണ്ടും